ആ സരിത വന്നില്ലായിരുന്നെങ്കിൽ പൈസ കിട്ടിപ്പോയേനെ. നിങ്ങളുടെ പെങ്ങളല്ലേ? എന്താടേ ഞാൻ പെങ്ങളെ എനിക്കിട്ട് കുത്തുന്നത്? അവളെ നിങ്ങളുടെ പെങ്ങളായിട്ട് പറയല്ല, സ്കൂളിൽ പഠിക്കണ കാലം മുതൽ അവളെ എനിക്കിട്ട് പാരയാണ്. അവള് ജനിച്ച കാലം തൊട്ട് എനിക്ക് ഭാര്യയാ, പിന്നല്ലേ പഠിച്ച കാലം നിന്റെ പറയുന്നത്. നിങ്ങളുടെ ആ അമ്മയുടെ പരട്ട സ്വഭാവം ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏടേ നിർത്ത്, നീ ഇതെങ്ങോട്ടേ പറഞ്ഞു കയറി പോകുന്നത്? നീ എന്റെ അമ്മയുടെയും പെങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും തരാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ കുടുംബക്കാരുടെ കാര്യം പറഞ്ഞപ്പോ അങ്ങ് നൊന്തു അല്ലേ? നീ ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ കുടുംബക്കാരെല്ലാം ഒരുമിച്ചാവും, നമ്മൾ പുറത്തു പോവും. കുടുംബക്കാരിയൊക്കെയാണ് പെങ്ങളാണ്, അതൊക്കെ ശരിയാ. പക്ഷെ അവക്കിട്ടൊരു പണി കൊടുക്കും. പണി കൊടുക്കണം. പ്രകാശ്, ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്ക് ഈ സരിതയുടെ ബാഗില് വലിയ എലീനോ തവളേനോ വല്ലതും പിടിച്ചിട്ടാലോ? ശോകമാടേ, ഇതെന്താ ഈ സ്കൂൾ പിള്ളേർ പറയുന്ന പോലത്തെ? ഇച്ചിരി മെച്യൂർഡായിട്ടൊരു ഐഡിയ പറയടേ. മെച്ചൂർഡ് അല്ലേ? മെച്ചൂരിറ്റി ആയിട്ടാ ആലോചിക്കാം. ചക്കേടാ എന്നിട്ട് വന്നേ. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം ഒരെണ്ണം കക്ഷത്തിലും ഒരെണ്ണം കയ്യിൽ പിടിച്ചിങ്ങനെ വായിച്ചുകൊണ്ട് നടക്കുന്നത്. അതൊക്കെ കൂടെ അകത്തിരുന്ന് പഠിക്കാൻ അച്ഛന്റെ പുന്നാര പെങ്ങളും എന്റെ പെങ്ങന്മാരെന്നെ സമ്മതിക്കട്ടെ. എന്റെ പെങ്ങന്മാര് പണ്ടേ തഥൈവയാണ്. എന്റെ പെങ്ങൾ നിന്നോട് എന്ത് ചെയ്തു? എന്റെ അണ്ടൻസിന്റെ കാര്യം കേട്ടപ്പോഴേ തുടങ്ങിയത് അപ്പച്ചിക്ക് ഒരു ചൊറുത്തിലും കുറെ സംസാരങ്ങളും ഒക്കെ. പ്രകാശേ, സരിതക്കിട്ട് കൊടുക്കാനുള്ള ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. നമുക്ക് യവനെ വെച്ച് കളിച്ചാലോ? എന്നെ വെച്ച് ആരും കളിക്കുകയും കുളിക്കുകയും ഒന്നും വേണ്ട, എനിക്കാണെങ്കിൽ കുറെ പഠിക്കാനുണ്ട്. ആദ്യം യവനെ ഇനി പോക്ക്. എന്തോന്ന്? എന്ത്? നീ വന്നേ. എങ്ങോട്ട്? സഞ്ജു, ഇതെന്ത്? എനിക്ക് പഠിക്കാനുണ്ടെന്ന്. നീ വന്നേ പറയട്ടെ. വേണുവെങ്കിൽ പറഞ്ഞുതരാം. എന്തോന്ന് പറയാൻ? തലമുട്ടല്ലേ? വാ. ചേച്ചി ഇതണ്ടാ, ഈ ഫോട്ടോ ഉണ്ടാ? ഇതെന്റെ മോളും അവരുടെ കൂട്ടുകാരികളൊക്കെ പഠിക്കണ അവരൊരു പിയർ ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ വീഡിയോസ് ഫോട്ടോസ് കാണണ്ടാ. ഓക്കെ, ഇത് ഇവള് നന്നായി പഠിക്കണം. ഇതിന്റെ അപ്പുറത്തുള്ളത് അവള് രണ്ടാമത്തെ സെക്കൻഡ് റാങ്ക് കിട്ടണ കുട്ടി. അല്ല, ഇതൊക്കെ നീ എന്തിനാ എന്നോട് പറയുന്നത്? അല്ല ചേച്ചി, ഈ അവള് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരളത്തിലെ നമ്പർ 1 PSC കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്നിട്ട് നിന്റെ മോക്ക് എന്താ പാസ്സാവാത്തെ? അവള് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അവൾക്ക് ഉടനെ കിട്ടും. കിട്ടും, കാത്ത് നിന്നോ. ചേച്ചി, ആ ചേച്ചിയുടെ മോനുണ്ടല്ലോ, അവൻ വെറും മോനല്ല. ഊടായ്പ മോനായിരിക്കും. ഉടായ്പ മോനല്ല, ഉടായ്പ മോള് നീ. അതിന് ചേട്ടന് ഊടായ്പായതുകൊണ്ട് ചേട്ടന് മോന് ഊടായ്പായത്. ചുപ്രോ മിണ്ടരുത്. ഈ അപ്പച്ചി എന്നോട് അസൂയാമേ. ഒരു കാര്യം ചെയ്യ്, നീ ചികിത്സിച്ചു മാറ്റിക്കോ. നിന്റെ വട്ട് ചികിത്സിക്കലല്ല എന്റെ മോന്റെ ജോലി. ചേട്ടാ, ചേച്ചി നൈസായിട്ട് എന്നെ വട്ടത്തിന്ന് വിളിച്ചു. ബോധമുള്ളവരൊക്കെ നിന്നെ വട്ടത്തിൽ തന്നെ ഉണ്ട്. ഇതെന്റെ അമ്മ കേട്ടാണ്ടല്ല. അമ്മ കേട്ടാലെന്താ? നല്ലൊരു ഡോക്ടറെ കാണിക്കോ, അത്രേ ഉള്ളൂ. ചേച്ചി വീണ്ടും എന്നെ അപമാനിച്ച്. നിങ്ങൾ കിടന്ന് ഈ ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചെക്കന് പഠിക്കണ്ടേ? ആ ബഹളം വെച്ചാ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല കേട്ടാ. പണ്ട് എന്റെ കുടുംബക്കാരെ ഞാനിങ്ങനെ PSC പഠിച്ചോണ്ടിരുന്ന ബഹളം വെച്ചാണ് എനിക്ക് ജോലി കിട്ടാണ്ടായി പോയത്. ആണോ വേണുക്കുട്ടാ? പിന്നല്ലാതെ പിള്ളേർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതങ്ങനെ ഓരോരുത്തർ കെട്ടി ഇറങ്ങിയിരിക്കില്ലേ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആഹാ, നിങ്ങൾ 4 പേര് സെറ്റാണല്ലേ? ഈ കുരങ്ങന്റെ മുമ്പിൽ വീണ്ടും എന്നെ അപമാനിച്ച്. കൊരങ്ങന്ന് വേണുക്കുട്ടാ. എടി സരിതേ, യവൻ PSC കോച്ചിങ്ങിന് പോകണം കോളേജിനെ കുറിച്ച് വല്ലതും നിനക്കറിയാവോ? എടി, കേരളത്തിലെ നമ്പർ 1 കോച്ചിങ് സെന്റർ ആണത്. അവിടെ പഠിച്ചിറങ്ങിയ 100 പേര് പഠിച്ചിറങ്ങിയ 100 പേർക്കും ജോലിയാ. ആണോ? എടാ സഞ്ജു, നിനക്കറിയാവോ? അതിന്റെ ഓണർമാരിൽ ഒരാൾ എന്റെ സുഹൃത്താണ്. ശരിക്കും? പിന്നല്ലാതെ. നീ ധൈര്യമായിട്ട് പഠിച്ചോ, ബാക്കി കാര്യം വേണുകുട്ടങ്ങൾ ഏറ്റു. എന്നാ ഞാൻ പോയി പഠിക്കട്ടെ അല്ലേ? മക്കള് പോ. താങ്ക് യു. പഠിക്കണം കേട്ടോ. പ്രകാശി, ചേച്ചി, അഥവാ സഞ്ജുവിന് എൻട്രൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്റെ സ്വാധീനം വെച്ച് അവന് ഞാൻ അഡ്മിഷൻ മേടിച്ചു കൊടുക്കും. ക്യാഷ് ഇല്ലാണ്ടല്ല അഡ്മിഷൻ കിട്ടുമോ വേണുക്കുട്ടാ? 10ന്റെ പൈസ മുടക്കിക്കല്ലോ. പിന്നെ എന്തിനാ വേണുകുട്ടൻ ഈ വീട്ടിൽ കയറി ഇറങ്ങി നടക്കണേ? കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ജ്യൂസ് എടുക്ക്. പിന്നല്ലാണ്ട് ഇപ്പൊ എടുത്തരാ. നീ കുറച്ചിങ്ങോട്ട് മാറിയേ. പപ്പായ എടുക്കണം കേട്ടോ. ആ എന്താണ് സന്തോഷമൊക്കെ അങ്ങ് പോയെന്നോന്നല്ലോ. ചുണ്ണാമ്പ് വയ്ക്കുന്ന പോലെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക മൊബൈലില്. എന്റെ മോളുടെ ഫോട്ടോയാ, അവൾ നന്നായി പഠിക്കുന്നുണ്ട്. അതെ അതെ, വേണുകുട്ടൻ നോക്കിക്കൊണ്ടിരുന്ന ഫോട്ടോയിലാണല്ലോ പഠിപ്പറിയുന്നത്. കഴിവിലറിയും. എന്തെന്നാ കഴിവ്. അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്ക് പോ. കഷ്ടം. പോകണം. അല്ലാതെ ഇവളോട് സംസാരിച്ചിട്ട് എന്താ കാര്യം? മറ്റേ ജ്യൂസ് വന്നില്ല. അതാണ്. എടാ, ഇവിടെ നിന്ന് ലാഗ് അടിച്ച മറ്റേ പരിപാടി നടക്കത്തില്ല. നീ വന്നേ, ജ്യൂസൊക്കെ പിന്നെ കുടിക്കാം. വേണ്ട, പിന്നെ കുടിക്കാം. ഇവന് ശരിക്കും വലിയ കണക്ഷൻ ഉണ്ടാവോ? എവിടുന്ന് കണക്ഷൻ കിട്ടാൻ?